നമ്മൾ കേട്ട ചരിത്രമായിരിക്കും, ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മൾക്ക് നന്നാകും. അബു തവീൽ ഷതബുൽ മംദൂദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ചരിത്രം. അദ്ദേഹം വളരെ വൃദ്ധനായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് എത്തുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുസ്ലിം ആകുന്നതിന് മുമ്പ് അദ്ദേഹം ചില റിവായത്തുകളിൽ കാണാം, അദ്ദേഹത്തിൻ്റെ ഈ പുരികൊക്കെ ഇങ്ങനെ കണ്ണിനോട് ചേർന്നിട്ടുണ്ട്. അങ്ങേറ്റം പ്രായമായിട്ടുള്ള അവസ്ഥയിലാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നത്. എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അറഅയ്ത റജുലൻ അമില ദുനൂബ കുല്ലഹ, ഒരു മനുഷ്യനുണ്ട്, അയാൾ എല്ലാ തിന്മകളും ചെയ്തിട്ടുണ്ട്. ഫലം യത്റുക് മിൻഹാ ശൈഅ, അയാൾ ചെയ്യാത്തൊരു തിന്മയുമില്ല. വഹുവ ഫീ ദാലിക ലം യത്റുക് ഹാജതൻ വല ദാജ, ചെറുതും വലുതുമായ തിന്മകളൊക്കെ അയാൾ ചെയ്തിട്ടുണ്ട്. ഏതൊരു ചെറിയ തിന്മയുണ്ടാകട്ടെ വലിയ തിന്മയുണ്ടാകട്ടെ, ഇല്ല അറ്റാഹ, അയാളത് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മനുഷ്യൻ. ഫഹൽ ലഹു മിൻ തൗബ, അയാൾക്ക് തൗബയുണ്ടോ എന്നാണ് ചോദ്യം. എല്ലാ തെറ്റും ചെയ്തിട്ടുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിന് വേറെ ഫായിദയുണ്ട് പണ്ഡിതന്മാർ. അദ്ദേഹം ഞാൻ ഇന്ന തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെന്നല്ല പറഞ്ഞു, ഒരാൾ ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ട്, അയാൾക്ക് തോപുണ്ടോ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായി ഇദ്ദേഹത്തെക്കുറിച്ച് തന്നെ പറയണത്. ഇതൊരു മര്യാദയാണ്. നമ്മളൊരു കാര്യം നമുക്കൊരു മസല അറിയണമെന്നുണ്ട്, നമ്മളിൽ സംഭവിച്ചൊരു തെറ്റാണ്, അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന തോന്നിയാസം ചെയ്തിട്ടുണ്ട്, എന്താ ചെയ്യണം, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ തിന്മകൾ മറ്റൊരാളുടെ മുമ്പിൽ പരസ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് ആ വിഷയത്തിൽ കിട്ടാൻ മതി, ഒരാൾ ഇന്ന തെറ്റ് ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞാൽ മതി. അല്ല ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയേണ്ട കാര്യമില്ല. അത് ഈ ഹദീസിലുള്ള പാഠമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റസൂൽ ഫഅൽ അസ്ലം, തനി മുസ്ലിം ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ മുസ്ലിമായി, ഷഹാദ ചൊല്ലി ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഷഹാദത്ത് കലിമത്തു ഷഹാദ ചൊല്ലി ഇസ്ലാമിലേക്ക് പ്രവേശിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, തഫ്അലുൽ ഖൈറാത്ത് വതത്റുക്കു സയ്യിആത്ത്, ഇനി നീ ചെയ്യേണ്ടത് എന്താണ്? നന്മകൾ ചെയ്യുക, തിന്മകൾ ഉപേക്ഷിക്കുക. ഇനി നിന്റെ ജീവിതം നന്നാക്കുക, അതാണ് ചെയ്യേണ്ടത്. ഫയജ്അലുഹുന്ന അല്ലാഹു ലക ഖൈറാത്തിൻ കുല്ലഹുന്ന, അപ്പോൾ നീ ചെയ്ത തിന്മകളൊക്കെ അള്ളാഹു നന്മകളാക്കും. അപ്പോൾ നോക്കി, എത്ര വലിയ ഓഫറാണ്. ഇനി നീ നന്മകൾ ചെയ്ത് ജീവിക്കുക, തിന്മകൾ ഉപേക്ഷിക്കുക, എങ്കിൽ നിന്റെ തിന്മകൾ അള്ളാഹു നന്മകളാക്കും. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരത്ഭുതം, വഗദറാത്തി വഫജറാത്തി, ഞാൻ ചെയ്ത തോന്നിവാസവും ഞാൻ ചെയ്ത വൃത്തികേടുമൊക്കെ നന്മകളാക്കി മാറ്റുമെന്നും. പുറത്തിരുന്നല്ല പറഞ്ഞത്, അതിനപ്പുറത്ത് എന്ത് ചെയ്തു? നീ ചെയ്ത തിന്മകൾ, നീ ചെയ്ത തോന്നിവാസം, നീ ചെയ്ത വഞ്ചനകൾ, അതൊക്കെ നന്മയാക്കി മാറ്റും. അപ്പം അദ്ദേഹം ചോദിക്കും, വഗദറാത്തി വഫജറാത്തി, ഞാൻ ചെയ്ത വഞ്ചനകളും തോന്നിവാസങ്ങളും ഒക്കെ നന്മകളാക്കി മാറ്റുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതെ, നന്മകളാക്കി മാറ്റും. അപ്പം അദ്ദേഹം പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ സദസ്സിൽ നിന്ന് പോയി. നോക്ക്, അള്ളാഹുവിലേക്ക് നമ്മൾ സത്യസന്ധമായി തൗബ ചെയ്താൽ അതിന് നമ്മൾ ചെയ്ത പാപങ്ങൾ അള്ളാഹു തആല പുറത്തു തരുമെന്ന് മാത്രമല്ല, നമ്മൾ ചെയ്ത തോന്നിവാസങ്ങൾ അള്ളാഹു അതിൻ്റെ സ്ഥാനത്ത് നന്മ കൊണ്ടുവരുന്ന പറഞ്ഞിട്ടുള്ളത്. ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സാലിഹ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് വകാന അല്ലാഹു ഗഫൂറർ റഹീമ. സൂറത്തുൽ ഫുർഖാനിലെ ആയത്താണ്, ഖുർആനിൽ പറയുന്ന കാര്യമാണിത്. ഒരാൾ ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ, തൗബ സത്യസന്ധാകണം, ശരിയായ തൗബയാകണം, എന്നിട്ട് ഈമാൻ ഉണ്ടാകണം, അതേപോലെ തന്നെ അമലുൻ സാലിഹ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ശേഷമുള്ള ശിഷ്ടകാല ജീവിതം അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്കാക്കി മാറ്റിയാൽ അവന് നഷ്ടപ്പെട്ട എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അവന് തിരിച്ചു പിടിക്കാൻ സാധിക്കും. എന്തുകൊണ്ട്? ബിത്തൗബത്തിൻ നസൂഹ, സത്യസന്ധമായ തൗബ കൊണ്ട്. എത്ര വലിയ ഓഫറാണ്! അള്ളാഹുവിനോട് പറഞ്ഞാൽ മതി. സത്യസന്ധമായി അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ, നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ മനസ്സിൽ കരുതി അതോർത്ത് അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞാൽ അള്ളാഹു തആല എന്ത് ചെയ്യും? അത് സ്വീകരിക്കും. അള്ളാഹു തആല അത് സ്വീകരിക്കും. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുമ്പോൾ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മൊത്തത്തിൽ
എൻ്റെ പാപങ്ങളൊക്കെ പൊറുക്കണമേ എന്ന് പറയുന്നതും അതിനേക്കാൾ കുറച്ചും കൂടി ഫലപ്രദമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത തിന്മകൾ ഓർത്തിട്ട് എന്ത് ചെയ്യാം, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും. അതിന് കൂടുതൽ എന്തുണ്ടാവും, ഫലമുണ്ടാകും എന്ന് പറഞ്ഞത് കാണാം. അപ്പോൾ നമ്മൾ ചെയ്ത തിന്മകൾ ആരും അറിയാത്ത രഹസ്യ ജീവിതത്തിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന പറയും ചില അഡിക്ഷൻ ബാധിച്ച തിന്മകളൊക്കെ ഈ പറഞ്ഞ സാധനം മൊബൈലൊക്കെ ഉള്ളത് കൊണ്ട് ഇതിൽ പെട്ടുപോകുന്ന ആളുകളുണ്ടാകും. അള്ളാഹുവിനോട് പറഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങി ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹുവിനോട് ദുആ ചെയ്ത് സംഭവിച്ചു പോയി, ഇനി ചെയ്യൂല എന്ന് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹു തആല അത് സ്വീകരിക്കും. അങ്ങനെയുള്ള റബ്ബാണ് നമ്മുടെ റബ്ബ്, തവ്വാബായ റബ്ബാണ് നമ്മുടെ റബ്ബ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾക്ക് സാധിക്കണം. ഈ റമദാൻ അത് നമുക്കുള്ള വലിയ അവസരമാണ്. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.